മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അദ്ദേഹത്തിൻ്റെ വിമാന അപകടം അതത്ര നിഷ്കളങ്കമല്ല. അത് അദ്ദേഹത്തെ കൊല്ലുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നിപ്പോൾ രോഹിത് പവാർ അദ്ദേഹത്തിൻ്റെ നെഫ്യൂ കഴിഞ്ഞ ദിവസം വലിയൊരു പത്രസമ്മേളനമൊക്കെ വിളിച്ച് വലിയൊരു പ്രസൻറ്റേഷൻ PPT പ്രസൻറ്റേഷനിലൂടെയൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആരും ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യൂട്യൂബ് മാധ്യമങ്ങളൊക്കെ സാധാരണ ഇത് ഏറ്റെടുക്കേണ്ടതാണ്. അവരാരും കണ്ട ഭാവം നടിച്ചിട്ടില്ല. എന്താണ് ഈ രോഹിത് പവാർ ആക്ച്വലി ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയാൻ കാരണം? അവർ കണ്ട ഭാവം നടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കാണാത്തതുകൊണ്ടാണ്. കണ്ടിരുന്നെങ്കിൽ എന്താണെങ്കിലും ഒരു കണ്ടന്റ് ചെയ്തിടാൻ വേറെ റിസ്ക് ഒന്നുമില്ലല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഹിത് പവാർ പറഞ്ഞ ആദ്യത്തെ 2 സെൻറ്റൻസുകളാണ് ഈ ഗൂഢാലോചനയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്കിത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം നടന്നതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, പക്ഷെ അത് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ രോഹിത്തിന് സംശയമുള്ളൂ. അപ്പോൾ ഗൂഢാലോചന എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്, മറ്റേതിന് മാത്രമേ സംശയമുള്ളൂ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ. ഒന്ന് രോഹിത്. രണ്ടാമത്തത് ഈ രോഹിത് ആരാണെന്ന് നമുക്കറിയണം. രോഹിത് യഥാർത്ഥത്തിൽ ഈ അജിത് പവാർ എന്ന് പറയുന്ന ആളുടെ സഹോദരൻ്റെ മകനാണ് ഈ രോഹിത് പവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സുനേത്ര പവാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്രയിൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്, ജയും പ്രാത്തു എന്ന് പറയുന്നത്. ഇവർക്കൊന്നും ഈ പരാതിയില്ല. ഈവൻ ശരത് പവാർ എന്ന് പറയുന്ന കൊലകൊമ്പനും പരാതിയില്ല. പകരം ഈ രോഹിത് പവാറിന് മാത്രമാണ് പരാതിയുള്ളത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? സീനിയർ പാർട്ടി ലീഡേഴ്സിനെല്ലാം തന്നെ ഈ കൊലപാതകത്തിൻ്റെ മരണത്തിലോ അന്വേഷണത്തിലോ ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്കെല്ലാം താല്പര്യം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പൊസിഷൻ ഉറപ്പിക്കുന്നത് മാത്രമായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു വിമർശനമാണ് സ്വന്തം കുടുംബത്തിലെ ആളുകൾക്കെതിരെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് ഈ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. 1 മണിക്കൂർ 55 മിനിറ്റുള്ള ഒരു പത്രസമ്മേളനമാണ് തോന്നുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്, വീഡിയോ ഫുട്ടേജുകൾ കാണിക്കുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിന്റെ ക്രക്സ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം കാറിന് പോകാനിരുന്നതാണ് ഈ അജിത് പവാർ. അതെ. അപ്പൊ കാറ് ഈ പറയുന്ന പോലെ പൂനെക്ക്, അതുപോലെ തന്നെ അവിടുന്ന് ബാരാമതിക്ക് പോകാനിരുന്ന ബൈക്ക് യാത്ര ചെയ്യാനാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം. അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിരുന്നതാണ്. അങ്ങനെ പോകാനിരുന്ന ആളെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിച്ചതുകൊണ്ട് ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ വളരെ കൃത്യമായിട്ട് ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന, സമയനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ പോകണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫ്ലൈറ്റിൽ പോകാൻ നിർബന്ധിതനാവുകയാണ് ചെയ്തത്. അപ്പൊ ആ നിർബന്ധിതനായതിന്റെ പിന്നിലുള്ള കാര്യം തന്നെ വിദർഭയിൽ നിന്നുള്ള ഒരു നേതാവ് ഒരു ഫയലിൽ ഒപ്പിടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഫയലിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചു, ഒരൊറ്റ കാര്യം മാത്രം കൊണ്ട് ഇദ്ദേഹം ഫ്ലൈറ്റിന് പോകാൻ തയ്യാറായി. ഇനി അടുത്ത കാര്യമുണ്ട്, അതെന്താണെന്നറിയാമോ? ഫ്ലൈറ്റിന് പോകാൻ തയ്യാറായപ്പോൾ 2 പൈലറ്റുമാരെ ഏറ്റവും ആദ്യം തന്നെ റെഡിയാക്കി. ആ 2 പൈലറ്റുമാരെയും പെട്ടെന്ന് തന്നെ സഡൻലി ചേഞ്ച് ചെയ്തിട്ട് വേറൊരാൾ സുമിത് കപൂർ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനെ എന്ത് ചെയ്യാണ് വെക്കാണ്. ഈ സുമിത് കപൂർ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ വെക്കാനുള്ള കാരണം പറഞ്ഞത് എന്താ അറിയോ? ഈ 2 പൈലറ്റുമാർക്ക് വരാൻ പറ്റുന്നില്ല, കാരണം റോട്ടിൽ ബ്ലോക്കാണെന്ന് പറഞ്ഞ. ആ റോട്ടിൽ ബ്ലോക്കാന്ന് പറഞ്ഞ. അപ്പൊ ഈ രോഹിത് പവാർ ചോദിക്കുന്നത്, അങ്ങനെ റോട്ടിൽ ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെ സുമിത് പവാർ മാത്രം ബ്ലോക്ക് മാറി വന്നു എന്നാണ്. ഈ സുമിത് പവാറിന്റെ കാര്യം എന്താ? അദ്ദേഹം ഈ പറയുന്ന സുമിത് കപൂറിന്റെ കാര്യം എന്താ? അദ്ദേഹം യഥാർത്ഥത്തിൽ ഹോങ്കോങ്ങിൽ നിന്ന് ഒരു പറക്കൽ കഴിഞ്ഞെത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മദ്യപിച്ചതിന് നിരവധി തവണ വാൺ ചെയ്യുകയും സസ്പെൻഷനിലാവുകയും അതുപോലെ അതിന് കുപ്രസിദ്ധി ആർജിച്ച ഒരാളുമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വാട്സപ്പ് ചാറ്റുകൾ മൊത്തം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരാളെ എന്തിനു നിയോഗിച്ചു എന്നുള്ളതാണ്. ഇനി ഇതും പോട്ടെ, ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എയർ ട്രാഫിക് കൺട്രോൾ ഉണ്ടല്ലോ, ആ എയർ ട്രാഫിക് കൺട്രോളിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ലാൻഡ് ചെയ്യാൻ പറഞ്ഞത് റൺവേ 29-ലാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നു ഞങ്ങൾ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നില്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം റൺവേ 11 ലാൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ക്രാഷ് ആയി പോയത്. ഒന്ന് ആലോചിച്ചു. അല്ല, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? 29-ലാണ് ലാൻഡ് ചെയ്യേണ്ടത്. അതിന്റെ പിന്നിൽ നമുക്ക് സംശയിക്കാനേ പറ്റുള്ളൂ. കാരണം 29 എന്ന് പറയുന്ന റൺവേയിലൂടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊന്നും പ്രശ്നമുണ്ടാവില്ല, ചിലപ്പോൾ സംഭവിക്കാനൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ 11 റൺവേയിൽ ഇനി എന്തെങ്കിലും സംഭവങ്ങൾ ഇവർ കരുതി വെച്ചിരുന്നു, ഇത് പ്ലെയിൻ ക്രാഷ് ആകാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ രോഹിത് പവാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഒരു സംഭവമാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ഇത് ഒരു ആക്സിഡന്റലി സംഭവിച്ചു, അപ്പൊ ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ വിദർഭ എന്നുള്ളൊരു നേതാവ് വന്നിട്ട് ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അത് മാത്രം സംഭവിച്ചാണെന്ന് വിചാരിക്കാം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സുമിത് കപൂർ എന്ന് പറയുന്ന ആള് പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ഇതിലെല്ലാത്തിലും തന്നെ വലിയ തോതിലുള്ള സംശയം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ
ഇതിനെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, കോക്പിറ്റിൽ വോയിസ് റെക്കോർഡർ ഉണ്ട്. ഈ കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറിൽ ആകെയുള്ള ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഒന്നും തന്നെ വന്നിട്ടില്ല, ഓ ഷിറ്റ് എന്ന് പറയുന്ന സൗണ്ട് മാത്രമാണ്. അപ്പൊ ഇത്തരം ഞാൻ പറഞ്ഞത് ഇപ്പൊ സത്യത്തിൽ അതിന്റെ ക്രക്സ് മാത്രമാണ്. ഞാൻ ഗൗതത്തിനോട് പറഞ്ഞല്ലോ 1 മണിക്കൂർ 55 മിനിറ്റുള്ള അതിവിശാലമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം, അതിന്റെ ചോദ്യങ്ങളും ഉത്തരവുകളും അടങ്ങിയ പരിപാടിയാണ്. അപ്പൊ ഇത് രോഹിത് ഒരു കാര്യം കൊണ്ടുണ്ട്, രോഹിത് ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില സംശയങ്ങൾ. പക്ഷെ അതിനുശേഷമാണ് രോഹിത് പവാർ ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ നടത്തിയ പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ എതിരെ നടത്തിയ പോലെ കൃത്യമായിട്ട് നടത്തി. കോൺഗ്രസ്, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഒക്കെ ഈ വിഷയം, അദ്ദേഹത്തിന്റെ ഈ കാര്യം ടേക്കപ്പ് ചെയ്യാണ്. അതിൽ കാര്യമുണ്ടെന്നാണ് പറയുന്നത്. മമതാ ബാനർജിയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പിന്നീട് ശിവസേനയിലെ ചില നേതാക്കൾ ഈ പ്ലെയിനിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു, സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചത്? അതായത് എക്സസീവ് ആയിട്ടുള്ള ഫ്യൂവൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്, എക്സസീവ് ആയിട്ടുള്ള ഫ്യൂല്, അത് ഗോതമ്പ് പറഞ്ഞു തന്നെ, എക്സസീവ് ആയിട്ടുള്ള ഫ്യൂല് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സാധാരണ വിമാനത്തിലൊന്നും ഈ സത്യത്തിൽ ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫായ യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അത് വിമാനയാത്രകളാണ്. കാരണം വളരെ കുറച്ച് അപകടങ്ങൾ മാത്രമേ അതിന് ഉണ്ടാകാറുള്ളൂ. അപ്പൊ അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ ഗൗതം അറിയേണ്ടത് ഒരു 35-40% അന്വേഷണം നടത്തുമ്പോൾ എന്താണെന്നറിയാമോ? ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഫോൾട്ടുകൾ സ്വന്തം ഭാഗം എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഈ പറഞ്ഞ ഗൗതം പറഞ്ഞു മാത്രമല്ല, ഇതുപോലെയുള്ള നിരവധി സംശയങ്ങൾ ഈ രോഹിത് പവാർ ഇതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇദ്ദേഹത്തെ പോലെ ഇപ്പൊ 66 വയസ്സ് 67 വയസ്സിലേക്ക് കിടക്കായിരുന്നു അദ്ദേഹം. ഈ 67 വയസ്സുള്ള അജിത് പവാറിനെ സംബന്ധിച്ചോളം ഇനിയും രാഷ്ട്രീയം ഒരു 20 കൊല്ലമെങ്കിലും ബാക്കി ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ശരത് പവാറിനെ സംബന്ധിച്ച് 80-85 വയസ്സായി. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബാലൻസ് ഉള്ള ഒരാളെ ആര് കൊല്ലാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ നമ്മുടെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇതിൽ പരാതിയില്ല. ഇതിലൊരു എന്താണ് സംശയം ഉളവാക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 28-ാം തീയതിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 8:36. ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് 30-നോ 31-ാം തീയതിയുമാണ്. അത്രയും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അല്ല, അതിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയം തോന്നാം. ഇപ്പൊ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോഴൊക്കെ തന്നെ രാജീവ് ഗാന്ധി പെട്ടെന്ന് തന്നെ ചുമതലയേക്കേണ്ടി വന്നു. 2-3 കൊല്ലത്തിന് 2-3 ദിവസത്തിന് ചുമതലയേക്കേണ്ടി വന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര എമർജൻസി ഇതിനില്ല. കാരണം മറ്റൊരു രാജ്യം അനാഥമാകും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് എന്നുള്ള പ്രധാന കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ പക്ഷെ തൽക്കാലത്തേക്ക് ഒരു ഉപമുഖ്യമന്ത്രി ഇനിയിപ്പോ ഒരാഴ്ച ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് ഗൗതം. അത് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം പക്ഷെ ഇത് പുറത്തേക്ക് വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ ഗൗതം, ഇതിൽ പറയാതെ പോയാൽ ശരിയാവാത്തൊരു കാര്യം, ഈ മക്കളുമൊക്കെ വലിയ തോതിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രാപ്ത് എന്ന് പറയുന്ന മകനും ഒക്കെ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. 2000 കോടി രൂപയുടെ വലിയ അഴിമതികളിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ഇതിനൊക്കെ ഒരു വലിയ പ്രശ്നം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു വൈൽഡ് ഗസ്സിലേക്ക് നമ്മൾ പോയാൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? പണം, അധികാരവും പണവും എങ്ങനെയും ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിനൊരു വലിയ ഡേഞ്ചറുണ്ട്. ആ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പണത്തെയും അധികാരത്തെയും അത്ര കമ്മിറ്റ്മെന്റ് പലപ്പോഴും രക്തബന്ധത്തോടു പോലും കാണണം എന്ന് നിർബന്ധം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകാൻ ഞാൻ ഇത്രമാത്രം പറഞ്ഞു നോക്കുന്നുള്ളൂ. ഈ ദുരൂഹതകളൊക്കെ ഉണ്ട്. പക്ഷെ ബോംബെ ആയതുകൊണ്ടും മഹാരാഷ്ട്ര ആയതുകൊണ്ടും ഇത് പുറത്തു വരും, സത്യങ്ങൾ ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്ന് നമുക്ക് വിചാരിക്കുക വയ്യ. അതുകൊണ്ട് ഞാനൊരു അവസരം, ഇത് അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ആരാണ് ബെനിഫിഷ്യറി? അദ്ദേഹത്തെ കൊന്നതുകൊണ്ട് ഇപ്പൊ വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ സത്യത്തിൽ നമുക്ക് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിനാണ്. നമുക്കറിയില്ല. ഇദ്ദേഹം ശരത് പവാറിന്റെ NCP ആയിട്ട് ഇവർ ചേരാൻ വേണ്ടി പോവാന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ശരത് പവാറിന്റെ NCPയുമായിട്ട് ഇവർ ചേരാൻ വേണ്ടി നിന്നതാണ്. കാരണം ചേരാൻ വേണ്ടി നിന്നതാണെന്ന് പറയുന്നതിന്റെ അതൊക്കെ ചേരാൻ വേണ്ടി നിന്നത് മാത്രമല്ല, അത് യഥാർത്ഥത്തിലൊരു സ്പ്ലിറ്റ് അല്ല ഗൗതം. ഈ സ്പ്ലിറ്റ് പോലും യഥാർത്ഥത്തിൽ വളരെ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്പ്ലിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാതെ അത് ശരിക്കും മറ്റേ യഥാർത്ഥത്തിലുള്ള സ്പ്ലിറ്റ് ആണെന്നൊന്നും വിചാരിക്കുന്നില്ല. അതേസമയം ഇപ്പൊ ശിവസേനയിൽ ഉണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ താക്കറെ കുടുംബവും ഒക്കെ ആയിട്ടാകുന്നത് യഥാർത്ഥത്തിലുള്ളൊരു സ്പ്ലിറ്റ് ആണ്. അത് മഹാരാഷ്ട്രയിലും അതുപോലെ മുംബൈയിലും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം. പക്ഷെ ഇത് അജിത് പവാറും ശരത് പവാറും തമ്മിൽ വിഭജിച്ചതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരാളുകൾ കൃത്യമായിട്ട് ഭരണത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ NCPക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞ തവണ അവിടുത്തെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റിരുന്നു. അപ്പൊ ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റപ്പോൾ ഇനിയിപ്പോ NCP, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ പേര്, NCPയും 2 NCPകളും തമ്മിൽ ഒന്നിക്കുകയും അത് പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടേ കാര്യം ഉള്ളൂ എന്ന് മനസ്സിലായിരുന്നു. ഇനിയും അത് ചിലപ്പോൾ ഒന്നിച്ചേക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നിച്ചില്ലെങ്കിൽ അജിത് പവാറിനെ പോലെ ഗ്രൗണ്ട് ലെവലിൽ പിടിയുള്ള ഒരാള് വേറൊരു നേതാവില്ല.
ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ശരത് പവാർ പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ശരത് പവാർ അതുപോലെ ശരത് പവാർ ഗോഹത്തിനൊക്കെ അറിയുമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജയിക്കാൻ അദ്ദേഹം 1 ദിവസം 2 ദിവസം പോലും പ്രചരണം നടത്തണ്ട, അല്ലാതെ ജയിക്കാൻ കഴിയാവുന്ന, അതായത് MP ആയിട്ട് മത്സരിക്കുമ്പോൾ പോലും ജയിക്കാൻ കഴിയാവുന്ന ഒരാളാണ്. പക്ഷേ സുപ്രിയ സുലേക്കൊന്നും അത്തരത്തിലുള്ള ഒരു താഴെത്തട്ടിൽ ഗ്രിപ്പ് ഇല്ല. ആ ഗ്രിപ്പുള്ള ഒരാളായിരുന്നു ആര്? അജിത് പവാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പലതും സംശയിക്കാം. രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഇത് ഇല്ലാതാക്കിയത് കൊണ്ട് മറ്റു പാർട്ടികൾക്കൊക്കെ ഗുണമുള്ള പാർട്ടികളുണ്ട്, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇപ്പൊ അത്ര വൈൽഡ് ഗസിലേക്കൊന്നും പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ്: 66 വയസ്സിൽ സ്വന്തം ജീവിതം കൊണ്ട് അധികാരവും പണവും ഒക്കെയാണ് മുഖ്യം എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊന്നും അത്ര വലിയ ചിലപ്പോൾ സ്വന്തം ബന്ധുക്കൾക്ക് പോലും അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രോഹിത് പവാർ വന്ന് ഉന്നയിക്കുന്ന ഈ ആരോപണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ ഞെട്ടിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ ഞെട്ടിക്കേണ്ടതല്ലേ? ഇത് ഈ രോഹിത് പവാർ ആരാണ്? രോഹിത് പവാർ അജിത് പവാറിന്റെ സഹോദരന്റെ ഈ പറയുന്ന ശരത് പവാറിന്റെ സഹോദരന്റെ മകനാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു ബന്ധമല്ലല്ലോ യഥാർത്ഥത്തിൽ ഞെട്ടിക്കേണ്ടത്. അതാണ് അതിന്റെ കാര്യം. അല്ല, ഇതില് ഇപ്പം രോഹിത് പവാർ പറയുന്നുണ്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്, പ്രത്യേകിച്ചും ഈ ഫ്ലൈറ്റ് യാത്രയിലൊക്കെ അജിത് പവാർ. അല്ല, ഈ അജിത് പവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണമുണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തോട് വളരെ നേരിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. മറ്റ് അഴിമതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചാലും അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ ഷാർപ്പ് ടൈമിന്, അതായത് നിങ്ങൾക്കിപ്പോൾ അദ്ദേഹം സമയം തരികയാണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു 8 മണിക്ക് കാണാം എന്ന് അദ്ദേഹം സമയം തരികയാണെങ്കിൽ 8:30 വരെയാണ് നിങ്ങൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നതെങ്കിൽ കൃത്യം 8 മണിക്ക് അദ്ദേഹം നിങ്ങളെ കാണും. 8:30 മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യും. അപ്പൊ അത്രയും മെറ്റിക്കുലസ്ലി സ്വന്തം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് യോധൻ പറഞ്ഞത് കറക്റ്റാണ്. വിമാനയാത്രയിൽ അദ്ദേഹം ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്യാൻ. അദ്ദേഹം ബൈ കാറാണ് പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷെ കാറിൽ പോകരുത് എന്ന് ആരോ തീരുമാനിച്ചത് പോലെ തന്നെയാണ് ഈ രോഹിത്തിന്റെ പത്രസമ്മേളനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. അല്ലെങ്കിൽ ഇനി അതിനെ കൗണ്ടർ ചെയ്യാനുള്ള തെളിവുകളുമായിട്ട് അന്വേഷണമൊക്കെ പുറത്തേക്ക് വരണം.